ടെൻഷൻ അടിച്ച് ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ ഇടയിൽ അല്ലേ. നമ്മളെ പ്രശ്നങ്ങളൊന്നും മറ്റാരോടും പറയാനും പറ്റൂല, പറഞ്ഞാലിട്ട് മനസ്സിലാവൂല അല്ലേ. അങ്ങനത്തെ സാഹചര്യങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് എവിടെയും പോവാതെ വീട്ടിലിരുന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നുട്ടോ. സൈക്കോളജിയിലെ ഒരു മാർഗ്ഗമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 21 ദിവസം നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡിപ്രഷൻ മൂഡിൽ നിന്ന് മാറി നല്ലൊരു ജീവിതത്തിലേക്ക് വരും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ള പറയാൻ പോണേ. വളരെ ഈസിയാണ്. നമ്മളൊരു നോട്ട്ബുക്ക്, ഒരു ഡയറി ഒക്കെ എടുക്കുക. ഒരു പേജിൽ 3 കോളങ്ങൾ വരയ്ക്കുക. ആദ്യ കോളത്തിൽ DP എന്ന് എഴുതുക. DP എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെയിലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. രണ്ടാമത്തെ കോളത്തിൽ DN എന്നാണ് എഴുതേണ്ടത്. DN കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെയിലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. മൂന്നാമതുള്ള കോളത്തിലാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിൽ നമ്മൾ എഴുതി വെക്കേണ്ടത് NP എന്നാണ്. എന്താണ് NP എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ആദ്യം നമ്മൾ എഴുതിയ കോളം DP ആണ്. DPയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? എല്ലാ ദിവസവും നമ്മൾ എഴുതണം. നമുക്കുണ്ടാവുന്ന എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നമ്മൾ അതിൽ കുറിച്ച് വെക്കുക. നമ്മുടെ ഫീലിങ്സ്, അനുഭവങ്ങൾ എല്ലാം നമുക്ക് മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ എഴുതുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വല്ലായ്മയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും വന്നിട്ട് നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റ് തരികയാണ്. നമ്മളാകെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഗിഫ്റ്റ് തരികയാണ്. എടാ, നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നെ മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങിയതാട്ടോ എന്ന് പറഞ്ഞത് ഒരു എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തരുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? ആ ഡെയിലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലാണത്, DPയിലാണ് എഴുതേണ്ടത്. ഒരു പോസിറ്റീവ് എനർജിയിൽ നമുക്കപ്പം ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എക്സാം പാസ്സായി. നമ്മൾ 3rd ക്ലാസ്സാണ് പ്രതീക്ഷിച്ചിട്ടുള്ളൂ, ജസ്റ്റ് പാസ്സേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, നമുക്കത് 2nd ക്ലാസ്സോ 1st ക്ലാസ്സോ കിട്ടി. അപ്പോൾ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ പാസ്സായി എന്ന് പറയുമ്പോൾ തന്നെ, ടഫ് എക്സാം പാസ്സായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡെയിലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അത് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാ പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളും ഓരോ ദിവസവും നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ രണ്ടാമത്തെ കോളാണ് നമ്മൾ പറഞ്ഞ DNൽ നമ്മൾ എഴുതേണ്ടത് ഡെയിലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഡെയിലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മളെങ്ങനെ ഉദാഹരണം പറയാം? നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലേ. ഉദാഹരണം പറയാണ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി റോഡിൽ വാഹനം കാത്തു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് മറ്റൊരു വാഹനം വന്നിട്ട് ചെളി തെറിപ്പിച്ച്, ചെളിയിലൂടെയാണ് പോയി നമ്മുടെ ആ നല്ല അണിഞ്ഞൊരുങ്ങിയ ആ ഡ്രസ്സിലൊക്കെ ചെളി തെറിപ്പിച്ച് അങ്ങോട്ട് പോയി. നമുക്ക് എന്താ ഉണ്ടാവുക? സമയം വൈകിട്ടുണ്ട്. ആ ഒരു ഡ്രൈവറൊക്കെ നമ്മൾ ഒരുപാട് പ്രാഗി പറഞ്ഞ് നമുക്ക് അയാളുടെ ഒക്കെ ഒരു ദേഷ്യവും ആ വാഹനക്കാരുടെ ഒരു ദേഷ്യമൊക്കെ വന്ന് നമുക്ക് ആകെ ഒരു നെഗറ്റീവ് മോഡിലേക്ക് നമ്മൾ മാറും. അപ്പോൾ ഇതാണ് ഡെയിലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വീട്ടിലേക്ക് ക്ഷീണിച്ച് വരുന്ന സമയത്ത് വീട്ടിൽ ഭക്ഷണമില്ല, ആളുമില്ല, നമുക്ക് വിശന്ന് വരിക. എന്താ ഉണ്ടാവുക? അല്ല നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വൈഫോ അല്ലെങ്കിൽ ആരും നമ്മൾ മൈൻഡ് ചെയ്യണില്ല, നമ്മൾ ക്ഷീണിച്ച് വരിക, അവരൊരുപാട് പോസിറ്റീവ് എനർജി തരുന്നൊക്കെ പ്രതീക്ഷിച്ച് വരിക. അങ്ങനെയുള്ള സമയത്തൊന്നും ഇത്തരം സമയങ്ങളാണത് ഡെയിലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഡെയിലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഡെയിലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നെഗറ്റീവ് എനർജി തരുന്ന എല്ലാ കാര്യങ്ങളും ഡെയിലി നെഗറ്റീവ് എനർജി തരുന്ന എല്ലാ കാര്യങ്ങളും ഡെയിലി നെഗറ്റീവിലും, പോസിറ്റീവ് തരുന്ന കാര്യങ്ങൾ ഡെയിലി പോസിറ്റീവിലുമാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു നമുക്കിനി പറയാനുള്ളത് NP ആണ്. അത് വഴിയെ പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് NP? നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. നെഗറ്റീവ് ടു പോസിറ്റീവ്. നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതിയ ഡെയിലി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന DN എന്ന കോളത്തിൽ എഴുതിയ കാര്യങ്ങളെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം, അതിനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. മറ്റുള്ളത് സ്വമേധയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇത് നമ്മൾ ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ NP നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് നമ്മൾ എങ്ങനെ മാറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഉദാഹരണം തന്നെ നമുക്കെടുക്കാം. എങ്ങനെ? നമ്മളൊരു വാഹനം കാത്തു നിൽക്കുകയാണ്, ചെളി തെറിപ്പിച്ച് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ഉദാഹരണം എടുക്കാം. അത് നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെങ്ങനെ പോസിറ്റീവ് ആക്കും? നമുക്ക് അവിടെ ചിന്തിക്കാം. ഞാൻ ആ വാഹനം പോയപ്പോൾ ഒന്നുകൂടെ അങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ ആ ചെളി ചിലപ്പോൾ എൻ്റെ ഡ്രസ്സിലായിരിക്കില്ല, കണ്ണ് തെറിക്കാൻ സാധ്യത ഉണ്ടല്ലോ. ഇതെൻ്റെ ദേഹത്ത് വണ്ടി വന്നതില്ല, ചെളി എൻ്റെ കണ്ണ് തെറിച്ചതില്ല, ഒന്നുമില്ല. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോൾ അവിടെ എത്തേണ്ട ഒരാളായിരിക്കില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കിത് വലിയൊരു ദുരന്തം അതുവഴി ഒഴിവായതാവാം. നമുക്കറിയാലോ, ഓരോ ബസ് അപകടങ്ങൾ നടക്കുമ്പോഴും ആ ബസ്സിലേക്കൊക്കെ കയറിയ ആളുകളെല്ലാം അപകടത്തിൽപ്പെട്ട് മരണപ്പെടുമ്പോഴും അതൊക്കെ നേരെ വൈകി കയറാതെ പോയ ഒരാൾ, നേരെ വൈകിട്ട് അത് ആ ബസ് കിട്ടാണ്ട് പോയ ഒരാളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കരിപ്പൂർ വിമാനാപകടം നടന്നു. ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിമാനം കിട്ടിയില്ല, അതിന് വേണ്ടി നിന്നതായിരുന്നു ഒക്കെ പറഞ്ഞ ആളുകളൊക്കെ അന്ന് അനുഭവസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു വിമാനം മിസ്സായ സമയത്ത് അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, നെഗറ്റീവ് ആവുണ്ടാവും അല്ലേ. പക്ഷേ ആ ഒരു വിമാനം അപകടത്തിൽ പെട്ടതിന് ശേഷം അവർ ആ ജീവൻ തിരിച്ചു കിട്ടിയ എന്താണ്, അവർക്ക് ആ വിമാനത്തിൽ കയറുന്ന എന്തായിരിക്കും അവസ്ഥ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ആ വാഹനത്തിൽ കയറിയിരുന്നെങ്കിൽ എനിക്ക് ഈ വാഹനം ചളി തെറിപ്പിച്ച് പോയതുകൊണ്ടാണല്ലോ അത് കിട്ടാതെ പോയത്, അപ്പോൾ ഒരുപക്ഷെ എനിക്ക് വലിയ ദുരന്തം വരാനുണ്ടാവും എന്ന് സമാധാനിക്കുക. ആ നെഗറ്റീവ് നമ്മൾ അവിടെ പോസിറ്റീവാക്കി. അതല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ അത് ചെളി എൻ്റെ ഡ്രസ്സിലാണല്ലോ തെറിച്ചിട്ടുള്ളത്, എൻ്റെ കണ്ണിലേക്കല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ പോസിറ്റീവാക്കുക. അതുപോലെ നമ്മൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവും അല്ലേ, ഒരു നെഗറ്റീവ് മൂഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവരോട് നമ്മളെ കാര്യം നിരപരാധിത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് അവർക്ക് മനസ്സിലാവുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ നമുക്ക് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാം. അപ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നിരപരാധിത്വം എന്നുണ്ടെങ്കിലോ, ഇവൻ എൻ്റെ അത്രയും നിലവാരമില്ലാത്തൊരു വ്യക്തിയാണല്ലോ, ഒരു മനുഷ്യനെ മനസ്സിലാക്കാനും കഴിയില്ല, പറഞ്ഞു കൊടുത്താലും പറ്റില്ല ആണെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് മോശമാക്കുക, നമ്മളാണ് ഉഷാറാവുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ ഡെയിലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ആ നെഗറ്റീവിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു നെഗറ്റീവ് ഫീൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ആ നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് ചിന്തിച്ച് അതിനവിടെ പോസിറ്റീവ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെ അതിനെ പോസിറ്റീവ് ആക്കി എന്നുള്ളത് എഴുതി വെക്കുക. 21 ദിവസം, സൈക്കോളജിയിൽ 21 ദിവസം നമ്മൾ പറയാം, നമ്മളെ ബോഡി മനസ്സൊക്കെ അതിന് അഡാപ്റ്റ് ആവാൻ ഒരു സംഭവത്തോട്. 21 ദിവസം നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. 21 ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സ് അതിനങ്ങോട്ട് അഡാപ്റ്റ് ആവും. പിന്നീട് നിങ്ങൾക്ക് ഒന്നൊരു വിഷയമായി മാറൂല. നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.